ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് 18-ാം അധ്യായം 1 മുതൽ 8 വരെ തിരുവചനങ്ങൾ. വളരെ ശ്രദ്ധേയമായ ഒരു ഉപമയാണ് യേശു തമ്പുരാൻ ഈ വചനഭാഗത്ത് പങ്കുവയ്ക്കുന്നത്. ആ ഉപമ പറയാനുള്ള കാരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. ഇങ്ങനെയാണ് അത് ആരംഭിക്കുക: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. എല്ലാ ആളുകളും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ദൈവവിശ്വാസം ഉള്ള എല്ലാവരും, അത് ഏത് മതവിശ്വാസമാകട്ടെ, ഏത് ജീവിത സാഹചര്യം, ഏത് തലത്തിലുള്ള ഒരു വിശ്വാസവുമായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നൊരു പ്രവൃത്തി വളരെ ശ്രദ്ധേയമായി അവതരിപ്പിക്കപ്പെടുന്നതാണ്. നമ്മളും യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ആരാധിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നവരാണ്. പലതരത്തിലുള്ള പ്രാർത്ഥനകളിലൂടെ നാം യാത്ര ചെയ്യാറുണ്ട്. ഒന്ന് കമ്മ്യൂണിറ്റി പ്രയർ, നാം ആയിരിക്കുന്ന സമൂഹമായി, ഇടവകയായി, അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടായ്മയായി നാം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന സംവിധാനം നിലവിലുണ്ട്. അത് നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. വിശുദ്ധ കൂദാശകളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ കൂദാശകൾക്കുമൊക്കെയായി പൊതുവായി കൂടി വന്ന ദേവാലയത്തിൽ ആരാധിക്കുന്ന ആരാധനയുടെ ഒരു രീതി നമ്മളിൽ നിലവിലുണ്ട്. കുടുംബപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിരുന്ന് സന്ധ്യയ്ക്കോ പ്രഭാതത്തിലോ അല്ലെങ്കിൽ 2 നേരമോ ഒക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്, അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രയർ എന്ന ഒരു പ്രാർത്ഥനയുടെ രീതിയും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്രകാരം വിശുദ്ധ വേദപുസ്തകവും പരിശുദ്ധ സഭയും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പേഴ്സണൽ പ്രയർ ഉള്ളവരായിട്ടും നമ്മൾ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പ്രഥമമായി വരുന്ന ഒരു വിഷയം എന്താണെന്ന് പരിശോധിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ പറഞ്ഞ പല വിധത്തിലുള്ള പ്രാർത്ഥനകളിലൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കും. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉറപ്പായിട്ടുണ്ടാകും. ചിലർക്കിതെല്ലാം ഉണ്ടാകും, ചിലർക്കിതിൽ ചിലതുണ്ടാകും. നിങ്ങളുടെ മനസ്സിലേക്ക് പ്രാർത്ഥന എന്ന് കടന്നു വരുമ്പോൾ, ഒരു ചിന്ത കടന്നു വരുമ്പോൾ, ആദ്യം കടന്നു വരുന്ന വിഷയം എന്താണെന്നുള്ളതൊന്ന് ഗൗരവമായി ചിന്തിക്കുക. പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ കടന്നു വരിക പ്രധാനമായും നമ്മുടെ ആവശ്യങ്ങളാണ്, നമ്മുടെ നീഡ്. എന്താണ് നമ്മുടെ ആവശ്യം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് കടന്നു വരുന്നു. ഒരുപക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലിസ്റ്റ് പ്രാർത്ഥിക്കാനിരിക്കുന്നവരിൽ കടന്നു വരുന്നത്? എന്തായിരിക്കാം അതിൻ്റെ കാരണം? ഇപ്പോൾ പള്ളിയിൽ പോയാലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചില ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. വിശുദ്ധ കുർബാനയ്ക്ക് പോയാലും നമ്മുടെ മനസ്സിൽ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതല്ല, കുടുംബ പ്രാർത്ഥനയാണെങ്കിൽ ഒരുപക്ഷെ അത്രയേറെ ഒരു ലിസ്റ്റൊന്നും ചിലപ്പോൾ വന്നോളണമെന്നില്ല. പുസ്തകത്തിലെ അക്ഷരങ്ങൾ അതുപോലെ ഓടിച്ചൊന്ന് വായിച്ച് തീർത്ത് അങ്ങനെ അവസാനിപ്പിക്കുന്ന പതിവാണ് കുടുംബ പ്രാർത്ഥനകളിൽ പൊതുവെ കണ്ടുവരുന്നത്. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 95% ആവശ്യഭാരങ്ങളാണ് കയറി വരുന്നത്. ഈ ആവശ്യം എന്നതോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവസാനിക്കില്ലാത്ത ഒരു പ്രവൃത്തിയുമാണ്, ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് മോഹങ്ങൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മോഹിപ്പിക്കുന്ന കാഴ്ചകൾ ഒരുപാട് നമ്മുടെ ചുറ്റുപാടും ഉണ്ട് താനും. അപ്പോൾ ഈ മോഹിപ്പിക്കുന്ന കാഴ്ചകൾ ധാരാളമായി നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ടെലിവിഷനിലൂടെ, മാധ്യമങ്ങളിലൂടെ, അതുപോലെ തന്നെ പത്രവാർത്തകളിലൂടെ, അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന പല കടകളും അതുപോലെയുള്ള ചിത്രങ്ങളും ഒക്കെ കാണുന്നതിലൂടെയൊക്കെ മോഹങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. മോഹങ്ങൾ കടന്നു വരുന്നതിലൂടെ മനുഷ്യൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു. ആഗ്രഹങ്ങൾ ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ അത് ആവശ്യമാണെന്ന് അവന് തോന്നുന്നു. ആവശ്യമാണ് എന്ന് തോന്നുന്നിടത്ത് അവൻ അതിനെ പ്രാർത്ഥനയാക്കി അതിൻ്റെ പരിണാമത്തിലേക്ക് കൊണ്ടുവരുന്നു.
പലപ്പോഴും സാമ്പത്തികമായി ഒരുപാടുള്ള ആളുകളൊന്നും ആവശ്യങ്ങളെ പ്രാർത്ഥനയാക്കി മാറ്റാറില്ല. കാരണം എന്താണ്? കാരണം അവരുടെ ആവശ്യം നടത്തിയെടുക്കാനുള്ള കാശ് അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതിനെ പ്രാർത്ഥനയാക്കി മാറ്റേണ്ട ആവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പോൾ കോടികളുടെ മാസവരുമാനമുള്ള അല്ലെങ്കിൽ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവന് ഒരു 25 ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ അവനത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രാർത്ഥനാ വിഷയമായിട്ടൊന്നും സബ്മിറ്റ് ചെയ്യാറില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം കോടികളുടെ ടേൺ ഓവർ ഉണ്ട്. 25 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് വളരെ എളുപ്പത്തിൽ അവന് വാങ്ങിച്ചെടുക്കാവുന്ന, കാർ ഇങ്ങ് ബുക്ക് ചെയ്ത് വന്ന് എത്തേണ്ട ഒരു താമസം മാത്രം അവനെ സംബന്ധിച്ചു. അത് അവനൊരു പ്രാർത്ഥനാ വിഷയമല്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തമാക്കാനുള്ള സംവിധാനം, സാമ്പത്തിക ഭദ്രത അവനുണ്ട്. പിന്നെ ആരാണിത് പ്രാർത്ഥനാ വിഷയമാക്കുന്നത്? ഈ 25 ലക്ഷം, എനിക്ക് ഒരു കാറ് 25 ലക്ഷത്തിൻ്റെ വാങ്ങിക്കണമെന്ന് ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്, എനിക്ക് അതിൻ്റെ പണമില്ല. അപ്പോൾ ആ മണി ബാക്കപ്പ് ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞാനത് പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റും. എന്നിട്ട് ഞാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നു, ദൈവമേ എനിക്ക് 25 ലക്ഷം രൂപ നീ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരണം, അതിനുള്ളൊരു വഴി ഒരുക്കി തരണം. എൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്തിയോ, ലോൺ ശരിയാക്കിയെടുത്തോ, അല്ലെങ്കിൽ എൻ്റെ ജോലിയിൽ ശമ്പളം വർദ്ധിപ്പിച്ചോ, ഏതെങ്കിലും വിധേന, അല്ലെങ്കിൽ കിട്ടാനുള്ള കാശ് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടിയോ, അല്ലെങ്കിൽ ഒരല്പം സ്ഥലം വിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയോ, ഏതെങ്കിലും വിധേന നീ ഇതൊന്ന് സംഘടിപ്പിച്ചു തരണം. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പലപ്പോഴും രൂപപ്പെടുന്നത് നമുക്കതിനുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ്. ഇനി ഫിനാൻസുമായിട്ട് കണക്റ്റഡ് അല്ലാതെ പ്രാർത്ഥനാ വിഷയം വരുന്നത് എപ്പോഴാണ്? അത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുമ്പോഴാണ്. ഇപ്പം നമുക്ക് രോഗം ഉണ്ടായി, അപ്പോൾ നമ്മൾ കാശുകാരനാണ്, രോഗം ചികിത്സിക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ രോഗം നമ്മുടെ ജീവന് ഭീഷണിയായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ക്യാൻസർ ആണെന്ന് കരുതുക. ക്യാൻസറിന് ചികിത്സിക്കാൻ 25 ലക്ഷം വേണം എന്ന് കരുതുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 കോടി അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ 25 ലക്ഷം എടുത്ത് ചികിത്സിക്കുക എന്ന് പറയുന്നത് ഈസിയാണ്. അവിടെ എനിക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിന്. പക്ഷേ എങ്കിലും ഞാൻ ക്യാൻസറിനെ പ്രാർത്ഥനാ വിഷയമാക്കും, എൻ്റെ രോഗം മാറണം. കാരണം എന്താ? അതെൻ്റെ ജീവന് ഭീഷണി ആയതുകൊണ്ട് ഞാനതിനെ പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന ഒരു തലത്തിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നതെല്ലാം അവൻ്റെ നീഡെന്ന് അവൻ നിർവചിക്കുന്ന, അത് യഥാർത്ഥ നീഡാണോ എന്ന് ചോദിച്ചാൽ അതല്ല എന്ന് വേണം പറയാൻ. പക്ഷേ മനുഷ്യൻ അവൻ്റെ നീഡ് നിർണ്ണയിക്കുകയും ആ നീഡ് അനുസരിച്ച് അവൻ പ്രാർത്ഥനാ വിഷയങ്ങൾ വർദ്ധിപ്പിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം മടുത്തു പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്തൊക്കെയോ ചില വിഷയങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനാണ്. ഞാൻ ആളുകളെ ധ്യാനത്തിന് വരാനായിട്ട് ക്ഷണിക്കാറുണ്ട്. അപ്പോൾ ഈ ധ്യാനത്തിന് വരാൻ ചിലരെ ക്ഷണിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ഒന്നും വരേണ്ട ഒരാവശ്യമില്ല, കാരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അവർ പറയുന്നൊരു വാക്കാണ്. വല്ല രോഗികളെയോ വല്ല കള്ളൂടിയന്മാരെയോ വല്ല കുടുംബ വഴക്കുള്ളവരെയോ ഡിവോഴ്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്നവരെയോ ഒക്കെ വേണമെങ്കിൽ പിടിച്ച് അച്ഛൻ ധ്യാനത്തിന് ഇരുത്തിക്കോ. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരാവശ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്നില്ല, കാരണം ഞങ്ങൾ അത്യാവശ്യം സെറ്റിലായിട്ട് പോവാണ് കാര്യങ്ങളൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കേണ്ടത്. ക്രിസ്തു ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ശക്തമായ ആഹ്വാനം പറഞ്ഞുകൊണ്ട് ഒരു ഉപമ പറയുകയാണ്. മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സന്ദേശം യേശു ഇവിടെ നൽകുകയാണ്. അപ്പം ഇതിനകത്ത് അതിൻ്റെ ആദ്യ വാക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മടുത്തു പോകാതെ, മടി കൂടാതെ, മടുപ്പ് കൂടാതെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇവിടെ ഈ ഉപമ പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ വളരെ ക്ലാരിറ്റി ഉള്ള ഒരു കാര്യമുണ്ട്. മനുഷ്യന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവൻ്റെ മടുപ്പാണ്, മടിയാണ്, അല്ലെങ്കിൽ മടുപ്പാണ്. എവിടെയാണ് ഈ മടിയും മടുപ്പും ഒക്കെ രൂപപ്പെടുന്നത്? ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഇഷ്യൂ നമ്മളിൽ അങ്ങനെ ഇല്ലാത്തപ്പോഴാണ്. നമ്മളുടെ മനസ്സിൽ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് വേദന ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയം വളരെ ഗൗരവമുള്ളതാണെന്ന് തോന്നിയാൽ നമുക്ക് മടുപ്പോ മടിയോ ഉണ്ടാവില്ല. അപ്പോൾ മടുപ്പ്, മടി തുടങ്ങിയ വിഷയങ്ങൾ നമ്മെ ഭരിക്കുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഗൗരവമായൊരു കൺസേൺ നമുക്കില്ലാതെ വരുന്ന ഒരു സമയത്താണെന്നത് നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നാൽ തന്നെയും യേശുക്രിസ്തു ആ വാക്ക് ഉപയോഗിച്ചിട്ടാണ് മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് നിരന്തരം തടസ്സമായി കിടക്കുന്ന ഒരു കാര്യം മടുപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തു ഈ ഉപമ അവതരിപ്പിക്കുകയാണ്. ഉപമയിൽ പ്രധാനമായിട്ടും 2 കഥാപാത്രങ്ങളാണുള്ളത്.
ഒന്നാമത്തെ കഥാപാത്രം ഒരു ന്യായാധിപനാണ്. ആ ന്യായാധിപൻ്റെ ചില വിശേഷണങ്ങൾ ക്രിസ്തു ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാ പറയുക: ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. ദൈവത്തെ ഇവന് ഭയമില്ല, മനുഷ്യനെക്കുറിച്ച് ഒരു ശങ്കയോ ഒരു കരുതലോ ഇല്ലാത്ത ഒരു നീതിരഹിതനായ ഒരു ക്രൂരനായ ഒരു ന്യായാധിപനായിട്ടാണ് ഈ ന്യായാധിപൻ്റെ അവതരണം. ഇനി രണ്ടാമത്തെ ഒരു കഥാപാത്രത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത് വിധവയാണ്. വിധവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ വിധവയുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഒരാളെ വിധവ എന്ന് വിളിക്കുന്നത് എവിടെയാണ്? വിധവ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബലഹീന പാത്രമായി കരുതപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. മനുഷ്യരുടെ എല്ലാം സഹതാപവും ആർദ്രതയും എല്ലാം കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ് വിധവ. വിധവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് ഒരുവൾ വിധവയാകുന്നത് തന്നെ എവിടെയാണ്? അവളുടെ ഭർത്താവ് അവൾക്ക് നഷ്ടപ്പെടുന്നിടത്താണ്. അവളുടെ സകല തുണയും നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അവൾ വിധവയാകുന്നു. മറ്റൊന്ന്, വിധവ എന്ന് പറയുമ്പോൾ അപ്പോൾ ഭർത്താവ് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവളുടെ ഈ ഭൂമിയിലുള്ള സകല ആശ്രയത്വവും നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമാണ് വൈധവ്യം എന്ന് പറയുന്നത്. അവൾക്കിനി ആശ്രയിക്കാൻ, അവൾക്കൊന്ന് ചാരാൻ, അവൾക്ക് എവിടെയെങ്കിലും പോയി അവളുടെ ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൻ്റെ നെടുന്തൂണായി താങ്ങും തണലും അവളുടെ സെക്യൂരിറ്റി ആയിട്ടും ഒക്കെ നിൽക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം, ഭർത്താവ്, അവളുടെ സർവസ്വവുമായവൻ അവൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമാണ് വൈധവ്യം എന്ന് പറയുന്ന ഒരു ഘട്ടം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഒന്ന്, തീരെ നീതിയില്ലാത്ത, ദൈവഭയം പോലും ഇല്ലാത്തൊരു ന്യായാധിപൻ. രണ്ട്, ഭൗമികമായി സകല സുരക്ഷിതത്വവും സംരക്ഷണവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം. അത് വൈധവ്യത്തിൻ്റെ തലത്തിൽ ക്രിസ്തു അവതരിപ്പിക്കുകയാണെന്ന് പറയണം. ഈ രണ്ട് കഥാപാത്രങ്ങൾ വാസ്തവത്തിൽ ആരെയൊക്കെ സൂചിപ്പിക്കുന്നു? ഇതിൽ രണ്ടാമത്തെ കഥാപാത്രമായ വിധവ വേദപുസ്തക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിനും വളരെ കൺസേൺ തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവും വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് കാണേണ്ടി വരും. വേദപുസ്തക പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു വളരെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു തലം വിധവയിലുണ്ട്. കാരണം ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ചില വിധവകളുടെ കഥകൾ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, നൈമിലെ വിധവയുടെ മകന് ക്രിസ്തു ഉയർപ്പ് നൽകുന്നത്. വേദപുസ്തക ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ആ അമ്മയുടെ നൊമ്പരം കണ്ട്, ആ അമ്മയുടെ വേദന കണ്ട് അലിവ് തോന്നിയാണ് ക്രിസ്തു ആ മകനെ ഉയർപ്പിക്കുന്നത്, നൈമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വിധവ എന്ന് പറയുന്നത് ദേവാലയത്തിൽ ഉള്ളത് മുഴുവൻ സമർപ്പിക്കുന്ന വിധവയുടെ ഒരു സംഭവത്തിലൂടെയാണ്. ഒരു വിധവ അവളുടെ ചില്ലിക്കാശ്, വിധവയുടെ ചില്ലിക്കാശ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ടല്ലോ, അവൾക്കുള്ള സർവ്വസമ്പാദ്യവും സമർപ്പിക്കുന്നു. അപ്പോൾ വലിയ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് മെച്ചപ്പെട്ട പണം ഭണ്ഡാരത്തിലിടുന്നവളേക്കാൾ തനിക്കുള്ളത് മുഴുവൻ അർപ്പണം ചെയ്യുന്ന വിധവയെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ക്രിസ്തുവിനെ വേറൊരു വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഇവിടെയും ഈ ഉപമ പറയുമ്പോഴും ക്രിസ്തു എടുക്കുന്നത് വിധവയാണ്. വാസ്തവത്തിൽ ആരാണ് ഈ വിധവ? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള സർവ ആശ്രയത്വവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഈ വിധവ എടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ വിധവ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനെ വിളിക്കുന്ന അവസ്ഥയായിട്ടാണ് ഞാനതിനെ കാണുക. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ അവസ്ഥയും ഈ വിധവയുടെ അവസ്ഥയും തമ്മിൽ സമാനതകൾ പലതുണ്ട്. വിധവയ്ക്ക് ഈ ഭൂമിയിൽ ഉള്ള സർവ സെക്യൂരിറ്റിയും നഷ്ടപ്പെട്ടു. ഈ ഭൂമിയിൽ അവൾക്ക് താങ്ങും തണലുമാകേണ്ട വ്യക്തിത്വം അവൾക്ക് ഇല്ല, അവൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധത്തിൽ, ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ, ഞാൻ ആ വാക്ക് ഉപയോഗിക്കട്ടെ, ഈ ലോകവുമായിട്ടുള്ള ബന്ധത്തിലുള്ള സർവ സെക്യൂരിറ്റിയും ഇല്ലാത്തൊരവസ്ഥ, അതാണ് ശിഷ്യൻ്റെ അവസ്ഥ. അതായത് ഒരു ക്രിസ്തു ശിഷ്യന് ലോകത്ത് സെക്യൂരിറ്റി ഇല്ല. കാരണം ലോകം എന്ന് പറയുന്നത് തിന്മയുടെ കൂടാരമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ലോകത്തോട് നിങ്ങൾ അനുരൂപപ്പെടരുതെന്ന് പറയുന്നത്. ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടരുത് എന്ന് ക്രിസ്തു സംസാരിക്കുന്നത്. ലോകം എന്ന് പറയുന്നത് തിന്മയുടെ ഒരു കൂടാരമാണ്.
യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിലുള്ള സകല ആശ്രയത്വവും നഷ്ടപ്പെടുകയാണ്. ലോകം ഒരർത്ഥത്തിൽ അവനെ വെറുക്കുകയാണ്, ലോകം അവനെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ഭൗമികമായി നോക്കിയാൽ, ലൗകികമായി നോക്കിയാൽ വൈധവ്യം എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവൻ ആശ്രയം സ്വർഗീയ മണവാളനിലാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന് ഈ ഭൂമിയിലല്ല മണവാളനുള്ളത്, സ്വർഗത്തിലാണ്. ക്രിസ്തുവാണ് അവൻ്റെ മണവാളൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിധവയിൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഭാവമുണ്ട്, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ക്രിസ്തു ശിഷ്യൻ്റെ ഭാവം ഈ വിധവയിൽ അവതരിപ്പിച്ചുകൊണ്ട് മുട്ടിപ്പായി മടുത്തു പോകാതെ ഈ ന്യായാധിപൻ്റെ അടുക്കൽ സമീപിക്കുന്ന ഈ സ്ത്രീയെ, ഈ വിധവയെ ക്രിസ്തു ഇവിടെ അവതരിപ്പിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഇനി നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു പോയിന്റ് ഒന്ന് വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണോ? യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണോ നിങ്ങൾ? വളരെ ഗൗരവത്തോടു കൂടെ നിങ്ങൾ പരിശോധിക്കണം. നമ്മൾ പറയും അങ്ങനെയാണെന്ന്, പക്ഷെ അത് പലതും നുണയാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്നൊക്കെ പലപ്പോഴും പറയുന്നത് നമ്മൾ സത്യത്തെ മറച്ചു വെച്ചിട്ട് സത്യസന്ധമായി നമ്മെ തന്നെ പരിശോധിക്കാതെ മുഖം മൂടി അണിഞ്ഞ് പറയുന്നതാണ്. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണ് ഞാനെങ്കിൽ, ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനാണ് ഞാനെങ്കിൽ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളൊന്നും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ക്രിസ്തുവിൻ്റെ ഇഷ്ടം നടത്തുന്നതിനായിരിക്കും, ദൈവഹിതത്തിനായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അതാണോ? എന്നെ കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി ദൈവത്തിൻ്റെ ഹിതം നടപ്പാക്കുന്നതിനാണോ? സീരിയസ് ആയിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ സമയം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ക്രിസ്തുവിനോടൊപ്പമാണോ അതോ ലോകമോഹങ്ങൾക്കാണോ? നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നവരായിരിക്കും, ഓക്കെ, നിങ്ങൾ ജോലി ചെയ്തോളൂ. നിങ്ങളുടെ ജോലി കഴിഞ്ഞുള്ള ബാക്കിയുള്ള സമയത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ടൈം നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു? സീരിയസ് ആയിട്ട് ചിന്തിക്കണം. നിങ്ങളുടെ പണം ഉപയോഗിക്കുന്നതിൽ ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ നടപ്പാക്കുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഉണ്ട്, ആ 10 രൂപ എങ്ങനെ ചിലവഴിക്കണമെന്ന വിഷയത്തിൽ നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞു വിടണം, അവരെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞു വിടുമ്പോൾ ദൈവമേ എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ത് പഠന മേഖലയിലാണ് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ടോ? നിങ്ങളുടെ ബിസിനസ്, ഇപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവഹിതമല്ലാത്ത ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്നുണ്ടാകും. ദൈവമേ, ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ തുടരുന്നത് നിൻ്റെ ഹിതമാണോ? ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടോ? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. ഒരു ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകമോഹങ്ങൾക്കാണ് പ്രയോറിറ്റി. അതിനനുസരിച്ച് അപ്പോൾ നിങ്ങളൊരു വീട് വയ്ക്കുന്നു, ദൈവമേ ഞാൻ എത്ര പണത്തിൻ്റെ വീടാണ് വെക്കേണ്ടത്, എൻ്റെ വീടിന് എത്ര ബെഡ്റൂം വേണം, എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കേണ്ട ടൈല് അതിൻ്റെ ക്വാളിറ്റി എത്ര മാത്രമാകാം, അതിൻ്റെ എക്സ്പെൻസ് എത്രമാത്രം എനിക്ക് മുടക്കാൻ സാധിക്കും, ഞാനൊരു കാറ് വാങ്ങിക്കണം, ദൈവമേ ഇത് യഥാർത്ഥത്തിൽ എൻ്റെ നീഡാണോ, നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ ഞാനിപ്പോൾ ഒരു കാറ് വാങ്ങിക്കാൻ? അല്ല, ഇനി ദൈവം വാങ്ങിക്കാൻ പറഞ്ഞു, ഓക്കെ, എത്ര ലക്ഷം രൂപയുടെ കാറാണ് ഞാൻ വാങ്ങിക്കേണ്ടത്, എൻ്റെ യഥാർത്ഥ നീഡ് എന്താണ്, എൻ്റെ വീടൊന്ന് മെയിൻ്റനൻസ് ചെയ്യണം, അത് എത്ര രൂപയ്ക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം? ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. നിങ്ങൾ അങ്ങനെയാണോ? അങ്ങനെ അല്ല എങ്കിൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാത്തവൻ ഒന്നും ക്രിസ്തു ശിഷ്യനല്ല. നമ്മൾ വെറുതെ വാചകത്തിൽ യേശുവിൻ്റെ ശിഷ്യനാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഒരു സമൂഹത്തെ, ഈ ഒരു വൈധവ്യത്തിൻ്റെ ഒരു തലം ക്രിസ്തു അവതരിപ്പിച്ചിട്ട് ക്രിസ്തു പറയുകയാണ്, ഈ വിധവ വന്നിട്ട് കരുണയില്ലാത്ത, ദൈവഭയമില്ലാത്തൊരു ന്യായാധിപൻ്റെ അടുത്ത് വന്ന് നിരന്തരമായി മുട്ടി വിളിക്കുകയാണ്. പ്രാർത്ഥന, ആവശ്യഭാരം, അവളുടെ ആവശ്യം അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, എന്താണ്? ഈ അനീതിയുള്ള ന്യായാധിപൻ അവളെക്കുറിച്ച് പറയുകയാണ്, എന്താണ്? എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട്
ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്നെന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. കേട്ടോ, ഇവൻ പറയുകയാണ്, എനിക്ക് ദൈവത്തോട് ഭയമൊന്നുമില്ല, എനിക്ക് ഈ വിധവയുടെ കാര്യം നടത്തി കൊടുക്കാൻ എനിക്ക് മനുഷ്യനോടൊരു കരുതലുമില്ല. പക്ഷെ ഇവളിങ്ങനെ നിരന്തരമായിട്ട് എന്നെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവളുടെ വിഷയത്തിൽ ഞാൻ ഇടപെടുകയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പോൾ ഈ ന്യായാധിപൻ ദൈവഭയമില്ലാത്തവനായിട്ടും ഈ ന്യായാധിപൻ മനുഷ്യനോട് കരുണ ഇല്ലാത്തവനായിട്ടും വാസ്തവത്തിൽ ഈ വിധവയുടെ വിഷയത്തിൽ അവൻ പോലും അറിയാതെ അവൻ്റെ ഹൃദയത്തിൽ ഒരു കരുണ രൂപപ്പെടുകയാണ്. സത്യത്തിൽ ഈ മനുഷ്യൻ, ഈ ന്യായാധിപൻ ഈ വിധവയോട് കരുണ കാണിക്കുകയാണ്. സത്യത്തിൽ വേണമെങ്കിൽ ഇവൻ്റെ സ്വഭാവം വെച്ച് ഈ വിധവയെ കൊന്നുകളയാൻ കൽപ്പനയിടാം. ഇവളെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്, കാരണം ഇവള് എന്നെ വന്ന് ശല്യപ്പെടുത്താണ്. അല്ലെങ്കിൽ അവളോട് പറയും, ഇനി മേലാൽ നീ എൻ്റെ അടുത്ത് വന്നേക്കരുത്, നീ വന്നു കഴിഞ്ഞാൽ നിൻ്റെ കാര്യം ഞാൻ നടത്തി തരില്ല, അച്ചട്ടായി പറയാം. അവളെ ഉപദ്രവിക്കുക, അവളെ ഏതെങ്കിലും തരത്തിൽ ജയിലിൽ അടയ്ക്കാം, നിരന്തരമായി എന്നെ അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് അവളെ ജയിലിൽ അടയ്ക്കാൻ വേണമെങ്കിൽ. പക്ഷെ അതൊന്നും ന്യായാധിപൻ ചെയ്യുന്നില്ല. ഇയാൾ ക്രൂരനായിരുന്നിട്ട് പോലും വിധവയാകുന്ന ഇവളുടെ അപേക്ഷയിന്മേൽ ഇയാൾക്ക് മനസ്സലിവ് തോന്നുകയാണ്. എന്തായിരിക്കാം അതിൻ്റെ കാരണം? ആ മനസ്സലിവ് ഈ സ്ത്രീയോട് അയാൾക്ക് തോന്നുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇവളുടെ വൈധവ്യം എന്ന് പറയുന്ന അവസ്ഥ. അതായത് അവളുടെ ഭൂമിയിലുള്ള സർവ ആശ്രയത്വവും ഇല്ലാത്ത അവളുടെ ആ നിരാശ്രയത്വത്തിൻ്റെ അവസ്ഥയാണ് ഈ ക്രൂരനെ പോലും കരുണയുടെ ഒരു ഭാവമുള്ള മനുഷ്യനായി മാറ്റുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ശ്രദ്ധിക്കണം. ഞാൻ ആവർത്തിക്കുക, ഒന്നുകൂടെ പറയണം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഞാൻ പറയുന്നത്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മനുഷ്യൻ ക്രൂരനായിരുന്നിട്ട് പോലും ഇവളെ വേണമെങ്കിൽ ഇവൾ വീണ്ടും വീണ്ടും വരുന്നതിൻ്റെ പേരിൽ ഇവളെ ശിക്ഷിക്കാം, ഇവളെ കൊന്നുകളയാം, അതിന് വരെ അധികാരമുണ്ട്, അതിനുള്ള ആ ടൈപ്പ് മനസ്സുമാണ് ഈ ന്യായാധിപൻ്റേത്. എന്നിട്ടും ആ ന്യായാധിപൻ ഇവളോട് പെരുമാറുന്നത് അങ്ങനെയല്ല. ഇവളോട് പെരുമാറുന്നത് കരുണയുടെ ഭാവത്തിലാണ്. അവൾ വീണ്ടും വീണ്ടും അസഹ്യപ്പെടുത്തിയപ്പോൾ കരുണ രൂപപ്പെടുകയാണ്. ഞാൻ അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. എന്തുകൊണ്ട്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഈ ഭൂമിയിൽ ഒന്നിലും അവൾ ആശ്രയിക്കുന്നില്ല എന്ന് ഈ ന്യായാധിപൻ അറിയാം. അവൾ വിധവയാണ്, അവൾക്ക് ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ ഒന്നുമില്ല. ഞാൻ ക്രൂരനാണ് എങ്കിലും അവൾക്ക് ആശ്രയിക്കാനുള്ള ഏക ഇടം എൻ്റെ അടുത്താണെന്നുള്ളൊരു അവബോധം ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ രൂപപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഇത് ശിഷ്യൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു അനുഭവമാണ്. ശ്രദ്ധിക്കുക. നീ പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലുടനീളം ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ബന്ധനങ്ങളും നിന്നെ കൊളുത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം വിട്ടുകൊണ്ട്, പറിച്ചുകൊണ്ട്, ലോകമോഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ ആകുന്ന മണവാളിനിൽ നിൻ്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട്, ഈ ലോകമോഹങ്ങളെക്കാൾ അധികമായി യേശുക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് നീ അവൻ്റെ അടുത്ത് വന്നാൽ, നീ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ മടുപ്പുണ്ടാവില്ല. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഒന്ന് റീകണക്ട് ചെയ്യാണ്. ആദ്യം പറഞ്ഞത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനുള്ള ഉപമയാണ് പറയുന്നതെന്ന് ഓർക്കണം. മടുപ്പ് രൂപപ്പെടുന്നത് എന്താണ്? നിനക്ക് ചുറ്റുപാടും കെട്ടുപാടുകൾ ഉള്ളിടത്താണ്. ഇനി ഈ കഥയെ വേറൊരു ആംഗിളിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വിധവയ്ക്ക്, ഇവൾ വിധവയല്ലെന്ന് കരുതുക, ഇവൾ ഭർത്തൃമതിയായ ഒരു സ്ത്രീയാണ്, ഇവൾ ഭാര്യയായിട്ടാണ് വരുന്നതെങ്കിലോ, ഈ ന്യായാധിപൻ്റെ അടുത്ത് 3-4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ഒന്നും ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൾ ന്യായാധിപനെ വെറുക്കുകയും ഇവളുടെ ഭർത്താവിലേക്ക് ഇവളുടെ ആശ്രയം വീണ്ടും തിരിച്ചു ചെല്ലുകയും ചെയ്യും. ഭർത്താവിനോട് പറയും, ഭർത്താവേ, എൻ്റെ പ്രിയപ്പെട്ട മണവാള, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ആ ന്യായാധിപൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് അയാൾ കാര്യം നടത്തി തരുന്നില്ല. അപ്പോൾ ഭർത്താവ് ചേർത്ത് പിടിച്ചു പറയും, മോളെ നീ ഇനി പോകണ്ട, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നമുക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് അവൻ പറയും. കാരണം എന്താ? അവൾക്ക് ഇവിടെ കെട്ടിപ്പിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ ഭൂമിയിലൊരു ഭർത്താവുണ്ട്, ഭൂമിയിലൊരു മണവാളനുണ്ട്. ഈ ഭൂമിയിലെ മണവാളൻ അവൾക്കില്ലാത്തത് കൊണ്ട്, ന്യായാധിപനായ ആ വ്യക്തി മാത്രമാണ് ഇവൾക്ക് ആശ്രയത്വത്തിൽ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ആണ് ഈ മനുഷ്യനിൽ കരുണ തോന്നുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കും മടുപ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? പിന്നെ ഈ ഭർത്താവ് അവളെ അങ്ങനെ ചേർത്തണച്ചാൽ പിന്നെ അവൾക്ക് ഈ ന്യായാധിപൻ്റെ അടുത്ത് പിന്നെയും ചെല്ലാൻ തോന്നില്ലായിരുന്നു.
എന്തുകൊണ്ടാണ് ക്രിസ്തുവാകുന്ന സ്വർഗീയ പിതാവിൻ്റെ അടുത്ത്, ദൈവപിതാവിൻ്റെ അടുത്ത് നിനക്ക് നിരന്തരം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റാത്തതെന്നറിയാമോ? നിന്നെ ഈ ഭൂമിയിൽ സാന്ത്വനിപ്പിക്കാനും ചേർത്തണയ്ക്കാനും ലോകമോഹങ്ങളാകുന്ന ഒരു മണവാളൻ നിന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ആ മണവാളനെ നീ കല്യാണം കഴിച്ചിരിക്കുക. ലോകമാകുന്ന മണവാളനെ നീ കല്യാണം കഴിച്ചിരിക്കുക. ഭൂമിയാകുന്ന, ലോകമാകുന്ന, ലോകമോഹമാകുന്ന മണവാളനെ നീ വിവാഹം കഴിച്ചിരിക്കുക. അതുകൊണ്ടാണ് സ്വർഗീയ മണവാളനായ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് പോകാൻ നിനക്ക് പറ്റാത്തത്. ഇവിടെ നിനക്ക് വേറൊരു മണവാളനുണ്ട്. ഈ മണവാളനിൽ നീ സാറ്റിസ്ഫൈഡ് ആണ്, നീ തൃപ്തനാണ്. ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദര സഹോദരി. കർത്താവ് ഇവിടെ വ്യക്തമായി സംസാരിക്കുകയാണ്. ഭൂമിയിലൊരു മണവാളൻ ഇല്ലാത്ത അവസ്ഥയിൽ ന്യായാധിപൻ്റെ അടുക്കൽ ചെന്ന് കെഴുന്ന ആ വിധവയോട് ക്രൂരനായ ന്യായാധിപന് പോലും കരുണ തോന്നി എങ്കിൽ, എന്നിട്ടാണ് യേശുക്രിസ്തു ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുക, കണ്ടോ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? കണ്ടോ, അക്രൂരനായ ന്യായാധിപൻ പോലും എല്ലാം ഉപേക്ഷിക്കുന്ന, ഇവിടെ ഒരു പ്രത്യേക പദം ശ്രദ്ധിക്കേണ്ടതാണ്, തന്നോട് നിരന്തരം യാചിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ, ആ വാക്ക് അണ്ടർലൈൻ ചെയ്യപ്പെടേണ്ടതാണ്. തന്നോട് നിരന്തരമായി യാചിക്കുന്ന തൻ്റെ വൃതന്മാർ എന്ന് പറഞ്ഞാൽ, വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വ്രതം എന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ ഒരു അനുഭവമാണ്. പുതിയ നിയമ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഒരു വ്രതമാണത്. ക്രിസ്തു ശിഷ്യത്വം ഒരു വ്രതമാണ്. അപ്പോൾ തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ ഉദ്ദേശിക്കപ്പെടുക സമർപ്പിതരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ തന്നെയാണ് ഉദ്ദേശിക്കുക. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു സമർപ്പിതമായ ഒരു സമൂഹമായിരിക്കണം. എങ്ങനെ? ക്രിസ്തു ശിഷ്യത്വത്തിൽ തങ്ങളെ തന്നെ സമർപ്പിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് എന്ന് ഓർക്കണം. അവരുടെ കാര്യത്തിൽ മറ്റു ചില വെർഷനിൽ ഞാൻ കണ്ടതിങ്ങനെയാണ്, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാര്യത്തിൽ. വേറെ ചില വെർഷനിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവിടെ സത്യവേദ പുസ്തകത്തിൻ്റെ വെർഷനിൽ തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ എന്ന് എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ വാക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു, തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ മടുത്തു പോകാതെ അപേക്ഷിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പരിണമിക്കണമെങ്കിൽ ഞാൻ വൃതനായിരിക്കണം, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരിക്കണം, ഞാൻ ക്രിസ്തു ശിഷ്യനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ മടുപ്പ് രൂപപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ഈ മുഴുവൻ സന്ദേശത്തിൽ പറഞ്ഞതിനെ ഒരൊറ്റ പോയിന്റിൽ കൊണ്ടുവന്ന് ഒതുക്കിയാൽ, ഒറ്റ സെൻറ്റൻസിൽ കൊണ്ടുവന്ന് ഒതുക്കിയാൽ അതിങ്ങനെ പറയാം: നിനക്ക് പ്രാർത്ഥനയ്ക്ക്, ക്രിസ്തുവിനോട്, ദൈവത്തോടുള്ള നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മടുപ്പ് തോന്നാനുള്ള ഏക കാരണം ഈ ലോകത്തെ നീ മണവാളനായി വരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഈ ലോകമാകുന്ന മണവാളൻ മരിച്ച് നീ വൈധവ്യം ഉള്ള തലത്തിലേക്ക്, നീ വിധവയായി മാറിയാൽ, എന്നാൽ സ്വർഗീയ മണവാളൻ മാത്രം നിനക്ക് ആശ്രയമായിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീ മാറിയാൽ, അതായത് ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് നീ മാറിയാൽ, നിൻ്റെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ നിന്ന് ഉത്തരമുണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരിച്ചറിവ് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച ജീവൻ്റെ വചസ്സുകൾക്കായി സ്തോത്രം. നാഥ, ഞങ്ങളുടെ ഉള്ളത്തെ അവിടുന്ന് പ്രകാശമാനമാക്കണമേ, വെളിച്ചം നൽകണമേ. നാഥ, ഈ ലോകത്തിൽ വൈധവ്യം പേറുന്നവരായി മാറുവാൻ, ലോകമാകുന്ന മണവാളനെ വരിക്കാതെ ക്രിസ്തുവാകുന്ന സ്വർഗീയ മണവാളനെ വേണ്ടി കാത്തിരിക്കുന്ന യഥാർത്ഥ മണവാട്ടിയായി മാറുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വൈധവ്യമായിരിക്കണം. അതൊരു വ്രതമാണ്, അത് ശിഷ്യത്വത്തിൻ്റെ വ്രതമാണ് നിങ്ങൾ തിരിച്ചറിയുന്നു. ഈ വ്രതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ, അങ്ങനെ മടുത്തു പോകാതെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. പരിശുദ്ധ മാതാവേ, വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.